Hello, dear ones. Welcome to teachenglish.com. Today, let's read and understand an anecdote, Horegallu by സുധാമൂർത്തി. സുധാമൂർത്തിയുടെ ഒരു അനുഭവ കഥയാണ് എന്ന് നാം വായിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. As an introduction, under read and reflect, 2 lines from a poem is given. Backward, turn backward, O time, in your flight. Make me a child again just for tonight. O time, go backward in your journey and make me a child again. These lines are taken from Elizabeth Akers Allen's poem, Rock Me to Sleep. എലിസബത്ത് അക്കേഴ്സ് അലൻ എന്ന കവയിത്രിയുടെ റോക്ക് മീ ടു സ്ലീപ്പ് എന്ന മനോഹരമായ കവിതയിൽ നിന്നും എടുത്ത 2 വരികളാണ്. സമയമേ, നിന്റെ യാത്രയിൽ നീ പുറകോട്ട് സഞ്ചരിക്കുക, എന്നിട്ട് എന്നെ വീണ്ടും ഒരു കുഞ്ഞായി, ഒരു ചെറിയ കുട്ടിയായി മാറ്റുക. Remembering the good old childhood days often fills our minds with freshness and vigor, and revitalizes us enough to go forward with confidence. കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിന് കരുത്തും നവോന്മേഷവും നൽകുകയും കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ അത് നമ്മെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. ഹൊറഗല്ലു ബൈ സുധാമൂർത്തി. Hot summer days remind me of my childhood in a little village. ചൂടുള്ള വേനൽക്കാല ദിവസങ്ങൾ ഒരു ഗ്രാമത്തിൽ ചെലവഴിച്ച എൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കാറുണ്ട്. There was a large banyan tree right in the middle of the village, and I would spend many hours playing under it during my holidays. ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ഒത്ത നടുക്കായിട്ട് വലിയ ഒരു ആൽമരമുണ്ടായിരുന്നു. ഒഴിവു ദിവസങ്ങളിൽ, അവധി ദിവസങ്ങളിൽ ഞാൻ എൻ്റെ സമയത്തിൻ്റെ ഏറിയ പങ്കും ചെലവഴിച്ചിരുന്നത് ആ ഒരു മരത്തിന് കീഴെയായിരുന്നു. The tree was like a massive umbrella, with its branches providing much needed shade and succor. ആ ഒരു മരം ഒരു ഇനോമസ് ആയിട്ടുള്ള ഒരു വലിയ കുട പോലെയായിരുന്നു. അത് ഞങ്ങൾക്ക് അത്യാവശ്യമുള്ള തണലും അതേപോലെ തന്നെ ആശ്വാസവും നൽകി. Succor means support or relief. Travelers spend some time sitting under it and catching their breath before going on their way. ആ വഴി വരുന്ന യാത്രക്കാർ അതിൻ്റെ ചുവടെ ഇരുന്നു കൊണ്ട് ക്ഷീണമകറ്റാറുണ്ടായിരുന്നു. Catch one's breath. It means to rest long enough to restore normal breathing. ഏറെ നേരം നടക്കുന്നത് കൊണ്ട് അവർ കിതയ്ക്കുന്നുണ്ടാകും. ആ കിതപ്പകറ്റാൻ വേണ്ടിയിട്ടാണ് ആ മരത്തിന് ചുവടെ അവർ ഇരിക്കാറ്. To make them comfortable, there was a horegallu under the tree. അവർക്ക് കൂടുതൽ ആശ്വാസം നൽകാനായിട്ട് മരത്തിന് ചുവടെ ഒരു ഹൊരഗല്ലു ഉണ്ടായിരുന്നു. എന്താണ് ഹൊരഗല്ലു? ഹൊരഗല്ലു literally means a stone that can bear weight. ഭാരം താങ്ങാൻ കഴിയുന്ന ഒരു കല്ലാണ് ഹൊരഗല്ലു. വാക്കർത്ഥത്തിൽ ഭാരം താങ്ങാൻ കഴിയുന്ന ഒരു കല്ലാണ് ഹൊരഗല്ലു. It was a large flat stone placed horizontally over 2 vertical ones, thus making a stone bench on which anyone could sit and rest for a while. കുത്തനെ വെച്ച് പിടിപ്പിച്ച 2 കല്ലുകൾക്ക് മുകളിലായിട്ട് സമാന്തരമായിട്ട് ഹൊറിസോണ്ടലായിട്ട് വെക്കുന്ന വലിയ കല്ലിനെയാണ് ഹൊറഗല്ലു എന്ന് പറയുന്നത്. Thus making a stone bench on which anyone could sit and rest for a while. അത്തരമൊരു കല്ലിന് മുകളിൽ ആർക്കും
ഇരിക്കാനും വിശ്രമിക്കാനും കഴിയും. Chat with a fellow traveler and exchange news of the road. കൂടെയുള്ള യാത്രികരോട് സംസാരിക്കാനും വഴിവിശേഷങ്ങൾ പരസ്പരം പങ്കുവെക്കാനും കഴിയും. അങ്ങനെ ആളുകൾക്ക് ഇരുന്ന് വിശ്രമിക്കാനും സംസാരിക്കാനും പറ്റുന്ന വിധത്തിൽ വഴിയരികിൽ സ്ഥാപിച്ചിരിക്കുന്ന അത്താണികളാണ് ഹൊറഗല്ലു. Cool water would be kept in earthen pots near the bench, and people could quench their thirst before starting their journey again. ഈ ബെഞ്ചുകൾക്ക് അടുത്തു തന്നെ മൺപാത്രങ്ങളിൽ തണുത്ത വെള്ളം ശേഖരിച്ച് വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ വീണ്ടും യാത്ര തുടങ്ങുന്നതിന് മുമ്പേ അവർക്ക് അവരുടെ ദാഹമകറ്റി ക്ഷീണമകറ്റി പോകാനുള്ള ഒരു സംവിധാനമാണ് ഹൊറഗല്ലു. I am sure similar simple arrangements can be found in villages all over the country. ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ രാജ്യത്തിൻ്റെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും കാണപ്പെടും എന്ന് എനിക്ക് ഉറപ്പാണ്. The Horegallu in our village holds special memories for me as it is inextricably linked with my grandfather. എൻ്റെ വല്യച്ഛനുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ളതുകൊണ്ട് എൻ്റെ ഗ്രാമത്തിലുള്ള ഹൊറഗല്ലു അത്താണി എനിക്ക് സവിശേഷമായ സ്മരണകൾ അടങ്ങുന്നതാണ്, ഉണർത്തുന്നതാണ്. He was a retired school teacher and would spend hours every day sitting under the banyan tree and talking to those resting there. അദ്ദേഹം ഒരു റിട്ടയേർഡ് സ്കൂൾ ടീച്ചറായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം ഒഴിവു സമയം ഉണ്ടാകും. തൻ്റെ സമയത്തിൻ്റെ കൂടുതൽ പങ്കും അദ്ദേഹം ചിലവഴിച്ചിരുന്നത് ആ ഒരു വിശാലമായ ആൽമരത്തിന് കീഴെ ബെഞ്ചിൽ അവിടെ വിശ്രമിക്കുന്ന ആളുകളോട് സംസാരിച്ചു കൊണ്ടായിരിക്കും. When I would get tired of playing, I would sit next to him and observe the people he was speaking to and listen to their conversations. കളിച്ച് തളർന്നാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഇരുന്നു കൊണ്ട് അദ്ദേഹം സംസാരിക്കുന്ന ആളുകളെ നിരീക്ഷിക്കുകയും അവരുടെ സംസാരം ശ്രവിക്കുകയും ചെയ്യും. Most of them were villagers taking a break from their work in the fields nearby. അവരിൽ കൂടുതൽ ആളുകളും അടുത്തുള്ള പാടത്ത് ജോലി ചെയ്യുന്നതിനിടയിൽ വിശ്രമിക്കാൻ വന്നതാവും. They had to walk long distances each day, carrying heavy burdens on their heads. തലയിൽ ഭാരമേറിയ ചുമടുമേറ്റിക്കൊണ്ട് ദിവസവും അവർക്ക് ഏറെ ദൂരം നടക്കേണ്ടതുണ്ടായിരുന്നു. Tired out by heat, they would drink the cool water, wash their face with it, and chat with grandfather. വേനൽക്കാലത്തെ ചൂടേറ്റുകൊണ്ട് തളർന്ന അവർ അവിടെ എത്തിക്കഴിഞ്ഞാൽ തണുത്ത വെള്ളം കുടിച്ച് ബാക്കി വെള്ളം കൊണ്ട് അവരുടെ മുഖം കഴുകി വലിയച്ഛനുമായിട്ട് സംസാരത്തിലേർപ്പെടും. Their conversation would be about their daily lives and worries. അവരുടെ സംസാരമൊക്കെയും അവരുടെ നിത്യ ജീവിത ദുഃഖങ്ങളെക്കുറിച്ചും ജീവിത പ്രയാസങ്ങളെക്കുറിച്ചുമായിരിക്കും. Master ji, this summer has been so hot. മാസ്റ്റർ ജി, ഈ ഒരു വേനൽക്കാലം വല്ലാതെ ചൂടുള്ളതാണല്ലോ. I have never seen such a dry weather. ഇതുപോലൊരു വരണ്ട കാലാവസ്ഥ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. Or, Master Ji, it's getting difficult for me to carry these large loads on my head. അതല്ല എങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെയാവും പറയുന്നത്, മാസ്റ്റർ ജി, ഇത്ര വലിയ ചുമടേറ്റിക്കൊണ്ട് ദീർഘദൂരം നടക്കാൻ ഞാൻ ഏറെ പ്രയാസപ്പെടുന്നുണ്ട്. താങ്ക് ഗോഡ് ഫോർ ദിസ് ഹൊറഗല്ലു. ഈ ഹൊറഗല്ലു ഇവിടെ ഉള്ളതിൽ ദൈവത്തിന് സ്തുതി. ഐ വിഷ് മൈ സൺ വുഡ് ഹെൽപ്പ്, ബട്ട് ഹി ഓൺലി വാണ്ട്സ് ടു ഗോ ടു ദ സിറ്റി. എൻ്റെ മകൻ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ, സഹായിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. പക്ഷേ നഗരത്തിലേക്ക് പോകാനാണ് അവന് താല്പര്യം. They spoke about the difficulties they lived with. അവരുടെ ജീവിത പ്രയാസങ്ങളെക്കുറിച്ചാണ് അവർ സംസാരിച്ചത്. My grandfather could only listen to them, but just talking to him
seemed to refresh them for the journey. എൻ്റെ വലിയച്ഛൻ അവർ സംസാരിക്കുന്നത് ശ്രവിക്കുക മാത്രമേ ചെയ്തുള്ളൂ. പക്ഷേ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ യാത്ര വീണ്ടും തുടരുന്നതിന്, പുനരാരംഭിക്കുന്നതിനുള്ള ഉന്മേഷം അവർക്ക് കിട്ടുന്നുണ്ടെന്ന് തോന്നും. After some time, they would pick up their burdens with some ease and go on their way. അല്പസമയത്തിന് ശേഷം അവരുടെ ഭാരം, അവരുടെ ചുമട് കൂടുതൽ എളുപ്പത്തിൽ അവർ ചുമലിലേക്ക് കയറ്റുകയും അവരുടെ യാത്ര തുടരുകയും ചെയ്യും. The Horegallu was an important feature in their lives, and as a child, I would often not understand why they blessed it so often for being there. ആ ഒരു ഹൊരഗല്ലു, അത്താണി, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. മാത്രമല്ല, ഒരു കുട്ടി എന്നുള്ള നിലക്ക്, ഒരു കുട്ടിയായിരുന്ന എനിക്ക് എന്തുകൊണ്ടാണ് അവർ ആ ഒരു ഹൊരഗല്ലുവിനെ ഇത്രയേറെ സ്തുതിച്ചത്, പ്രൈസ് ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. ആഫ്റ്റർ ഓൾ ഇറ്റ് വാസ് ഓൺലി എ സ്റ്റോൺ ബെഞ്ച്. എന്തൊക്കെയായാലും അതൊരു കൽബെഞ്ച് മാത്രമല്ലേ. ഇറ്റ് വാസ് മൈ ഗ്രാൻഡ് ഫാദർ ഹു ടോൾഡ് മീ. എന്നാൽ അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ വലിയച്ഛനായിരുന്നു. ചൈൽഡ്, എ ഹൊരഗല്ലു ഈസ് എസെൻഷ്യൽ ഇൻ എനി ജേണി. കുട്ടി, ഒരു ഹൊരഗല്ലു ഏതൊരു യാത്രയിലും അനിവാര്യമാണ്, അത്യാവശ്യമാണ്. We all carry our burdens according to our situations and capacities. നമ്മുടെ കഴിവിനും നമ്മുടെ സാഹചര്യങ്ങൾക്കും അനുസരിച്ചിട്ടുള്ള ഭാരങ്ങൾ നാം ഓരോരുത്തരും വഹിക്കുന്നുണ്ട്. But every once in a while we need to stop. പക്ഷേ അതിനിടയ്ക്കൊരിക്കൽ നാം ഈ യാത്ര നിർത്തേണ്ടതുണ്ട്. Put down that burden and rest. നാം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഭാരം താഴെ വെച്ചുകൊണ്ട് വിശ്രമിക്കേണ്ടതുണ്ട്. Once in a while, every once in a while, occasionally, sometimes but not often. ഇടയ്ക്കൊന്ന് നാം നമ്മുടെ ആ യാത്ര നിർത്തിക്കൊണ്ട് നാം വഹിക്കുന്ന ഭാരം ഇറക്കി വെച്ച് വിശ്രമിക്കേണ്ടതുണ്ട്. Only then can we be refreshed enough to pick up the load once more. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു ചുമട് കൂടുതൽ ഉത്സാഹത്തോടുകൂടി നമുക്ക് വീണ്ടും ചുമലിലേറ്റാൻ കഴിയുകയുള്ളൂ. The Horegallu gives everyone that opportunity to do so. ഹൊരഗല്ലു ഓരോരുത്തർക്കും അതിനുള്ള അവസരം നൽകുന്നു. It helps people regain their strength. ആളുകൾക്ക് അവരുടെ ശേഷി, അവരുടെ കരുത്ത് വീണ്ടെടുക്കാനുള്ള അവസരം നൽകുകയാണ് ഹൊരഗല്ലു. Later on in life, I got to see something that reminded me of that stone bench once again. പിന്നീടൊരിക്കൽ ആ ഗ്രാമത്തിലെ കൽബെഞ്ചിനെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ച ഒരു സംഭവം ഞാൻ കാണാനിടയായി. I was working in Bombay, now Mumbai. ഞാൻ ആ കാലത്ത് ബോംബെയിൽ വർക്ക് ചെയ്യുകയായിരുന്നു. One of my colleagues, Ratsna, was a senior clerk, middle-aged and always smiling. എൻ്റെ സഹപ്രവർത്തകരിൽ ഒരാളായിട്ടുള്ള രത്ന, മധ്യവയസ്കയും എപ്പോഴും പുഞ്ചിരി തൂകുന്നതുമായ ഒരു സീനിയർ ക്ലാർക്കായിരുന്നു രത്ന. She had done her graduation and been working in the company for nearly 25 years. ബിരുദമെടുത്ത് കഴിഞ്ഞതിന് ശേഷം 25 വർഷങ്ങളോളമായിട്ട് ആ കമ്പനിയിൽ അവർ ക്ലാർക്കായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. She went about her repetitive, mundane work with an infectious cheerfulness. സന്തോഷം പകരുന്ന പുഞ്ചിരിയുമായിട്ട് തൻ്റെ ആവർത്തന വിരസമായ ജോലി അവർ ചെയ്തു പോന്നു. Every day during the lunch hour, she would sit with some person in one of the rooms and they would have long chats. ദിവസവും ഉച്ചഭക്ഷണ സമയത്ത് രത്ന ഏതെങ്കിലും ഒരു റൂമിൽ സഹപ്രവർത്തകരിൽ ആരെങ്കിലും ഒപ്പം ഇരുന്നു കൊണ്ട് ദീർഘമായ സംസാരത്തിൽ ഏർപ്പെടും. I would often wonder what they talked about. അവരെന്തിനെക്കുറിച്ചാവും സംസാരിക്കുന്നത് എന്ന് ഞാൻ ആശ്ചര്യപ്പെടുമായിരുന്നു. One day I finally asked her, Ratna, what do you talk with each person for the whole lunch hour? ഒടുവിൽ ഒരു ദിവസം ഞാൻ അവളോട് ചോദിച്ചു, ഉച്ചഭക്ഷണ സമയം മുഴുവൻ ഈ ആളുകളുമായിട്ട്, ഓരോരുത്തരുമായിട്ട് നിങ്ങൾ എന്താണ് സംസാരിക്കാറ്? രത്ന smiled and said simply,
രത്ന പുഞ്ചിരിച്ചുകൊണ്ട് സാധാരണ മട്ടിൽ പറഞ്ഞു, "ദേ ഷെയർ ദിയർ ട്രബിൾസ് വിത്ത് മീ." അവരവരുടെ സങ്കടങ്ങളെക്കുറിച്ച് എന്നോട് പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. "ബട്ട് ഹൗ ക്യാൻ യു സോൾവ് ദ ട്രബിൾസ് ഓഫ് സോ മെനി പീപ്പിൾ?" പക്ഷേ ഒരുപാട് പേരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും നിങ്ങൾക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഡു യു ഓൾവേസ് ഹാവ് ആൻ ആൻസർ ഫോർ ദം? അവർക്കൊക്കെ നിങ്ങൾ മറുപടി നൽകാറുണ്ടോ? അവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും നിങ്ങൾക്ക് മറുപടി നൽകാൻ ഉണ്ടാകാറുണ്ടോ? നോ, ഐ ഓൺലി ലിസൺ. ഇല്ല, ഞാൻ അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാറേയുള്ളൂ. ആൻഡ് ദാറ്റ്സ് ഇനഫ്? ദാറ്റ് സോൾവ് ദ പ്രോബ്ലം? അത് മതിയോ? അതവരുടെ പ്രയാസങ്ങൾ സോൾവ് ചെയ്യുമോ? ഐ വാസ് യങ് ആൻഡ് ഇൻക്രെഡ്യുലസ് സച്ച് എ സിംപ്ലിസ്റ്റിക് ഔട്ട്ലുക്ക്. ലളിതമായ ഈ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ മാത്രം പക്വത എനിക്കുണ്ടായിരുന്നില്ല. ഇൻക്രെഡ്യുലസ് മീൻസ് ഡൗട്ട്ഫുൾ. ബട്ട് രത്ന ആൻസേർഡ് വിത്ത് ദ സെയിം പേഷ്യൻസ് ആൻഡ് അഫെക്ഷൻസ് ദാറ്റ് ഷീ മസ്റ്റ് ഹാവ് യൂസ്ഡ് വിത്ത് ഓൾ മൈ കൊളീഗ്സ്. പക്ഷേ രത്ന വളരെയേറെ ക്ഷമയോടെയും വാത്സല്യത്തോടെയും കൂടി എന്നോട് മറുപടി പറഞ്ഞു. അത്തരമൊരു സമീപനമായിരിക്കണം അവർ എൻ്റെ സഹപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴും കാണിക്കാറ്. ഐ ആം നോട്ട് എ ട്രെയിൻഡ് കൗൺസിലർ ഓർ ആൻ ഇൻ്റലക്ച്വൽ. ഞാനൊരു ബുദ്ധിമതിയോ അതല്ലെങ്കിൽ കൗൺസിലറോ അല്ല. നോ വൺ ക്യാൻ സോൾവ് യുവർ പ്രോബ്ലം. നിങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മറ്റൊരാൾക്കും കഴിയില്ല. യു ഹാവ് ടു ഡു ഇറ്റ് യുവർ സെൽഫ്. നിങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾ തന്നെ പരിഹരിക്കണം. നിങ്ങൾക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. ദെൻ ഹൗ ഡു യു ഹെൽപ്പ് ദം ബൈ ലിസണിങ് ടു ദം? പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അവരുടെ പ്രയാസങ്ങൾ ശ്രവിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് അവരെ സഹായിക്കുന്നത്? ഗോഡ് ഹാസ് ഗിവൺ മീ 2 ears ടു ലിസൺ ടു അതേഴ്സ്. മറ്റുള്ളവർ പറയുന്നത് ശ്രവിക്കാനായിട്ട് ദൈവം എനിക്ക് 2 കാതുകൾ തന്നിട്ടുണ്ട്. ഐ ഹിയർ ഔട്ട് വിത്ത് സിമ്പതി ആൻഡ് വിതൗട്ട് എനി ജഡ്ജ്മെന്റ്. ഞാൻ അവർ പറയുന്നത് വളരെ സഹതാപത്തോടു കൂടിയും എന്നാൽ എൻ്റെതായ രീതിയിൽ തീർപ്പ് കൽപ്പിക്കാതെയും ഞാൻ ശ്രവിക്കും. When a person in trouble or under a lot of strain finds an outlet for his worries, it relieves half his burden. പ്രയാസത്തിൽ അകപ്പെട്ട ഒരാൾക്ക് അവരുടെ പ്രയാസങ്ങൾ ഷെയർ ചെയ്യാൻ പങ്കുവെക്കാൻ പറ്റുന്ന ഒരു വഴി കിട്ടുകയാണെങ്കിൽ അതവരുടെ ഭാരങ്ങളെ പകുതി ലഘൂകരിക്കും. I thought for some time and said, but don't you ever break the confidence and tell others the secrets you hear even by mistake? അല്പസമയം ചിന്തിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്ന രഹസ്യങ്ങൾ അബദ്ധത്തിലെങ്കിലും നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുകയില്ലേ? നോട്ട് ഈവൻ ഇൻ മൈ ഡ്രീംസ്. സ്വപ്നേബി ഞാനത് ചെയ്യാറില്ല. സ്വപ്നത്തിൽ പോലും ഞാനത് ചെയ്യില്ല. ഐ കൺസിഡർ ദാറ്റ് ടു ബി ദ വേഴ്സ്റ്റ് കൈൻഡ് ഓഫ് ബിട്രയൽ. ഏറ്റവും മോശമായ ചതി, വഞ്ചന അതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. I don't think there is a greater sin than betraying someone's confidence. ഒരാളുടെ രഹസ്യങ്ങളെ, സ്വകാര്യങ്ങളെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നത് പോലെയുള്ള അത്രയും മോശമായ മറ്റൊരു തെറ്റ് ഇല്ല. പരസ്പര വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് എന്നാണ് താൻ കരുതുന്നത്. They tell me their worries because they know I will never talk about it or gossip about it to another person. അവരവരുടെ സങ്കടങ്ങളെക്കുറിച്ച്, പ്രയാസങ്ങളെക്കുറിച്ച് എന്നോട് പങ്കുവെക്കാനുള്ളതിന് കാരണം ഞാൻ മറ്റാൾക്കാരുമായിട്ട് ആ രഹസ്യങ്ങൾ പങ്കുവെക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. Only when they know their words are secure with me, they can talk to me freely. അവരുടെ വാക്കുകൾ എന്നിൽ സുരക്ഷിതമാണ് എന്ന് കരുതുമ്പോൾ മാത്രമേ അവർക്ക് എന്നോട് വളരെ ഫ്രീ ആയിട്ട് തുറന്ന് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. This way I relieve their burden for a short while till they are ready to pick themselves up and carry on with their journey. ഈ വിധത്തിൽ അവരുടെ പ്രയാസങ്ങൾ ഇറക്കി വെച്ചുകൊണ്ട് കൂടുതൽ ഉന്മേഷത്തോടു കൂടിയിട്ട് അവരുടെ യാത്ര തുടരാൻ പറ്റുന്ന വിധത്തിൽ ഞാൻ അവരെ സഹായിക്കുന്നു. അവരോരോരുത്തരും വഹിക്കുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളുമാകുന്ന ഭാരത്തെ ഇറക്കി വെച്ചുകൊണ്ട് അവർക്ക് ആശ്വാസമേകാൻ രത്നയ്ക്ക് കഴിയുന്നു.
Her words uncannily echoed my grandfather sitting on the stone bench under the banyan tree. അവളുടെ വാക്കുകൾ ആശ്ചര്യകരമാംവിധം എൻ്റെ വലിയച്ഛൻ്റെ വാക്കുകൾ പ്രതിധ്വനിപ്പിച്ചു. ആൽമരച്ചുവട്ടിലുള്ള സ്റ്റോൺ ബെഞ്ചിലിരുന്നുകൊണ്ട് വലിയച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ. Perhaps in their own small ways, without access to great wealth, both these people were doing tremendous social work. ഒരു പക്ഷേ അവരുടേതായ രീതിയിൽ സമ്പത്തോ പദവികളോ ആഗ്രഹിക്കാതെ രണ്ടുപേരും ചെയ്തുകൊണ്ടിരുന്നത് മഹത്തായ സാമൂഹ്യ സേവനമായിരുന്നു. No one thought of acknowledging their work or rewarding them for it. അതിൻ്റെ പേരിൽ അവരെ അംഗീകരിക്കാനോ അവർക്ക് പാരിതോഷികങ്ങൾ നൽകാനോ ആരും തയ്യാറായില്ല. But they continued to do so as these acts of kindness gave them joy. പക്ഷേ ഈ പ്രവർത്തനങ്ങൾ തന്നെ അവർക്ക് ആനന്ദം നൽകാൻ മതിയായിരുന്നു എന്നുള്ള രീതിയിൽ അവരവരുടെ ജോലി തുടർന്നു. If ever now I happen to pass a Horegallu in a village, I remember them and wish there were many more of them in this world. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഗ്രാമത്തിലെ ഹൊരഗല്ലു കടന്നു പോകാൻ ഇടയാകുമ്പോൾ ഞാൻ അവരെക്കുറിച്ച് ഓർക്കുകയും അത്തരം ധാരാളം പേർ ഈ ലോകത്തിലുണ്ടായിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സുധാമൂർത്തിയുടെ ഹൊരഗല്ലു എന്ന ആനക്ഡോട്ട് ഇവിടെ അവസാനിക്കുന്നു.